ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സഭയിലെ ഓരോ വിശ്വാസിയും ക്രിസ്തുവിന്റെ രക്ഷാകരദൗത്യത്തിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടവരാണെന്ന് ലിയോ 14 പാപ്പ. കഴിഞ്ഞ ദിവസം നടന്ന പൊതുകൂടിക്കാഴ്ച വേളയിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഭയിൽ നാം എല്ലാവരും പ്രവേശിച്ചത് സാധാരണ വിശ്വാസികളായിട്ടാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. മാമോദീസയിലൂടെ ഓരോ ക്രൈസ്തവനും ഒരു രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നു. ഇത് ദൈവത്തെ ആരാധിക്കുവാനും വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നുവെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. മകളുടെ രോഗശാന്തിക്ക് പിന്നാലെ വിയറ്റ്നാം സ്വദേശിനി കത്തോലിക്ക വിശ്വാസത്തിലേക്ക്. തീവ്രമായ ആത്മസംഘർഷങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒടുവിൽ വിയറ്റ്നാമീസ് യുവതി ബൂത്തി കിം ആണ് കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. ബുദ്ധമത പാരമ്പര്യത്തിൽ വളർന്ന കിം തന്റെ 3 വയസ്സുകാരി മകളുടെ ജീവന് വേണ്ടിയാണ് ദൈവത്തോട് നടത്തിയ പ്രാർത്ഥനയാണ് തന്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. മകൾക്ക് ചെവിയിലുണ്ടായ ഗുരുതരമായ അണുബാധയെ തുടർന്ന് ശസ്ത്രക്രിയ ആവശ്യമായി വന്നു. ആശുപത്രിയിൽ മകളുടെ ജീവൻ അപകടത്തിലായ ഒരു രാത്രിയിൽ കിം ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മകൾ വളരെ വേഗത്തിൽ സുഖം പ്രാപിച്ചു. ഇത് കേവലം മരുന്നിന്റെ ഫലമല്ല എന്നും തന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ മറുപടിയാണെന്നും കിം വിശ്വസിക്കുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പൗവത്തിലിന്റെ 3ാം ചരമവാർഷികം ആചരിച്ചു. അദ്ദേഹത്തെ കബറടക്കിയിരിക്കുന്ന ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പോലിത്തൻ കബറിട പള്ളിയിലാണ് ചടങ്ങുകൾ നടന്നത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സമൂഹബലിക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു. ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ കബറിടത്തെങ്കിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം കബറിടത്തിൽ എത്തി പ്രാർത്ഥനകൾ അർപ്പിച്ചു. നിരവധി വൈദികരും സന്യാസിനികളും അൽമായരും കബറിടത്തെങ്കിൽ സന്ദർശിച്ച് പ്രാർത്ഥിച്ചു. മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന രൂക്ഷമായ സംഘർഷങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും ഇസ്രായേലിനോടും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് US പ്രസിഡന്റ് ട്രംപുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയാൽ താൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുക, കാരണം യഥാർത്ഥ അപകടം അടുത്തെത്തിയിരിക്കുന്നു. നയതന്ത്രത്തിന്റെയും സംഭാഷണത്തിന്റെയും സമാധാനപരമായ പാതകളിലൂടെ സമാധാനം കൊണ്ടുവരണമെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തു. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിൽ സഭ ഒരു സുരക്ഷിത കേന്ദ്രമായി മാറണമെന്ന് ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ. കൊളംബോയിലെ ബൊഗോട്ടയിൽ മാർച്ച് 16 മുതൽ 20 വരെ നടക്കുന്ന ആമസോണിയൻ മെത്രാൻ സമിതിയുടെ 6ാമത് പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കുന്നവരെ വീഡിയോ സന്ദേശത്തിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പാപ്പ. ആമസോണിയൻ പ്രദേശത്തെ സഭ ഒരു പുതിയ ദൗത്യപാതകൾ തുറക്കണമെന്നും വൈവിധ്യത്തിൽ ഐക്യത്തിന്റെ അടയാളമായി മാറണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. സൃഷ്ടിയെ പരിപാലിക്കുന്നതിനും എല്ലാ ജീവികളെയും ബഹുമാനിക്കുന്നതിനും സാധിക്കണമെന്ന ഓർമ്മപ്പെടുത്തലിലൂടെയാണ് പാപ്പ തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.